അപ്പൊ കേരളത്തിന്റെ ഇലക്ഷന് ശേഷം നമ്മൾ ഒരു കൂട്ടം മലയാളികൾ ഇനി എന്ത് നമ്മൾ എന്തിന്റെ പുറകെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് സമയത്താണ് വിഷു വരുന്നത്. ഹാപ്പി വിഷു. അപ്പൊ വിഷുവിന്റെ ചൊല്ലി കുറെ തർക്കങ്ങൾ, ഒരു മതവിഭാഗത്തിനെ അപമാനിച്ചു എന്ന് മറ്റൊരു മതവിഭാഗക്കാർ പറയുകയും അതുപോലെ ഇത് വലിയൊരു എന്താ പറയാ മതങ്ങൾ തമ്മിലുള്ള ഒരു അടിയായി മാറുകയും ചെയ്തു. ഈ ഒരു പ്രശ്നം കൊണ്ട് തുടങ്ങിയതാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പടം കണ്ടോണ്ട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ പേരും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുള്ള അടി തുടങ്ങിയെന്ന്? ഒരിക്കലും ഇതിവിടെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യം. പക്ഷെ ആൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു സംഭവം മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഇവിടെ പല ഇൻഫ്ലുവൻസേഴ്സും പല നടന്മാരും ഇതിനെ ചൊല്ലി ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവർ പറയാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്രയും നാളും ആൾക്കാരുടെ ഉള്ളിലിരുന്ന മതത്തിനെ പറ്റിയുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പറ്റി ഇങ്ങനെ ഇതാക്കി പെരുകി വന്ന ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വൈരാഗ്യം, ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി ഇതായതാണ് സോഷ്യൽ മീഡിയയിൽ. മനസ്സിലായോ? ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ ഇതിലും കൂടുതൽ മിക്ക മതങ്ങളെയും കളിയായിക്കൊണ്ട് പോസ്റ്റ് ഇടുന്നതും യൂട്യൂബിൽ കാര്യങ്ങൾ വിമർശിക്കുന്നതൊക്കെ പല ആൾക്കാരുണ്ട്. ഏത്തിസം എന്നുള്ള പേരിൽ ഒരു മതത്തെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. ആറാട്ടണ്ണൻ നീ ഇടയ്ക്ക് ഈ പറഞ്ഞ ഇസ്ലാം ഒരു പുണ്യ മതമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഭയങ്കര ആറാട്ടണ്ണന് ബുദ്ധിയുണ്ട്, നമ്മൾ വിചാരിച്ച ആളല്ല. നിങ്ങൾ വിചാരിച്ച ആളല്ല, പുള്ളിക്ക് അത് മനസ്സിലായി. ഒരു മതത്തെ പർട്ടിക്കുലർ മതത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ശേഷമുള്ള പുള്ളിയുടെ മിക്ക വീഡിയോസ് എടുത്ത് നോക്ക്, ഈ മതത്തെ പറ്റി തന്നെ. അതുപോലെ BJP പുള്ളി കളിയാക്കിയപ്പോൾ അതിന്റെ പേര് സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി പിന്നെ BJP കളിയാക്കി തുടങ്ങി. ഇതൊരു സംഭവമാണ്. അതുപോലെ ഇപ്പോൾ ഒരു മതത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പല യൂട്യൂബേഴ്സിനെയും നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ നാളെ അതുപോലത്തെ പല യൂട്യൂബേഴ്സും പല ഇൻഫ്ലുവൻസേഴ്സും ഇറങ്ങും ഓരോ മതങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ. പിന്നെ ഇതൊരു ട്രെൻഡായി മാറും, ഇതൊരു കോണ്ടന്റ് ആയി മാറും. മനസ്സിലായോ? ഇതൊരു പ്രത്യേകതരം ജേണറായി മാറും ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷന്റെ ഇടയിൽ. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ ഇടയ്ക്ക് മറ്റേ എന്താ പറയാ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മറ്റേ യേശുക്രിസ്തു പാട്ടും പാടി എന്താ പറയാ ഡാൻസ് കളിച്ചൊക്കെ കല്ലറ മാറ്റി ഇറങ്ങിയെന്ന് കണ്ടു. ഇതൊന്നും ആരും പ്രശ്നമാക്കിയില്ല. അതുപോലെ ഈ പറയുന്ന പോലെ ഈ കൃഷ്ണനും യേശുക്രിസ്തുവും ഇതെല്ലാം കാറിൽ പോയി മറ്റേ പാട്ട് വിട്ട് പോണ കണ്ടു. ഇതൊന്നും ഇതാക്കിയില്ല. അപ്പോ ഈ പറഞ്ഞ മൊത്തത്തിൽ ഇപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്ന? നമ്മൾ ചിന്തിച്ചു നോക്കി, ഇത് തെറ്റാണ്. ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് 100% തെറ്റാണ്. പക്ഷെ കേരളത്തിൽ എന്താ നടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു 10 കൊല്ലം മുമ്പ് മതത്തെ വിമർശിച്ച് ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ഒരാളില്ല. പക്ഷെ ഇപ്പൊ ഉണ്ട്. അതുപോലെ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ എന്താവും കേരളത്തിന്റെ അവസ്ഥ? നിങ്ങൾ വിചാരിച്ചു നോക്കിയാൽ, നിങ്ങൾ വിഷു ഒരു മുസ്ലിം നിങ്ങൾ ഹാപ്പി വിഷു എന്ന് പോസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന കാലം, ഒരു ഹിന്ദു ഈദ് മുബാറക്ക് എന്റെ കൂട്ടുകാരോട് പറയാൻ മടിക്കുന്ന കാലം, ഒരു ക്രിസ്ത്യാനി അമ്പലത്തിൽ കയറാൻ പറ്റുമെന്ന് പേടിച്ചിരിക്കുന്ന കാലം. നിങ്ങൾ ചിന്തിച്ചു ഇങ്ങനത്തെ കാലം വരും കേരളത്തിൽ. നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്, ഇത് വെച്ച് നോക്കണം. നമ്മൾ പിന്നോട്ടാണ് പോകുന്നത്. ലൈൻ ശേഷം അപ്പത്തന്നെ അപ്പറയുന്ന വരിക മറ്റെന്താ പറയുക ഇതും വാർത്ത എന്ന് പറയും. അയാൾ ശരിക്കും ഒരു മതവിശ്വാസി അല്ല. അയാൾ മതം തമ്മിലെടുക്കാൻ നോക്കും, ചുമ്മാ പോസ്റ്റ് ഇട്ട് അതിന് കുറെ മതാചാരങ്ങൾ ഇങ്ങനെ ആൾക്കാർ തലക്കെടുത്ത് അത് പിന്നെ ഫോളോ ചെയ്ത് അടുത്ത പോസ്റ്റ്. ഇതൊരു ലൂപ്പാവുക. മനസ്സിലായി? ഒരു സ്പാർക്ക് മതി കത്തിപ്പാരാൻ. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഫൈറ്റ് നേരിട്ട് നാളെ നിങ്ങളുടെ കൺമുമ്പിൽ കാണണമെങ്കിൽ ഇതൊരു സ്പാർക്ക് മതി. മനസ്സിലായോ? നാളെ നിങ്ങൾ നടന്നു പോകുമ്പോൾ 2 മതക്കാരെ അടി ഉണ്ടാക്കുകയും ഈ പർട്ടിക്കുലർ പോലീസിലുള്ള ആൾക്കാരും മതത്തെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഭാഗത്ത് മുറുകെ പിടിച്ച് ഈ രാജ്യം നശിക്കും, ഈ കേരളം നശിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല.